വൈറലായ ഇങ്ങനെ ഒരു ഫ്രൈഡ് റൈസിൻ്റെ കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ എളിമണിയുടെ ഫ്രൈഡ് റൈസ് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ലേ, കുറച്ച് മുന്നേ അത് നല്ല ട്രെൻഡിലായിരുന്നു തോന്നുന്നു. എന്തായാലും ഞാനതൊന്ന് ട്രൈ ചെയ്തു. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയതുകൊണ്ട് പിന്നെ ഒരു ഫോണിൽ അടിച്ച് നോക്കിയിട്ട് ഫ്രൈഡ് റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല കേട്ടോ. പക്ഷേ ഇത് ഉണ്ടാക്കിയപ്പോണ്ടല്ലോ ഇതെന്താ നേരത്തെ തോന്നാങ്ങിയെന്ന് ഞാൻ ചിന്തിച്ചു കേട്ടോ. അപ്പോൾ പാനിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തു. പിന്നെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാത്തവരാരുമില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഫ്രൈഡ് റൈസിൽ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് ചെറുതായിട്ട് അതിൽ കിടന്ന് വന്ന് അതിലേക്ക് ചില്ലി സോസും സോയ സോസും ചേർത്ത് കൊടുത്തിട്ട് നമ്മളതൊന്നും വഴറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു മുട്ട അതിൽ പൊട്ടിച്ച് ചിക്കി കൊടുക്കാം കേട്ടോ. അതിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഒരു മാഗി ക്യൂബിൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിത് രണ്ടാൾക്ക് കഴിക്കാനുള്ളതായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെറിയ കഷ്ണം മാഗി ക്യൂബ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൽ ഉപ്പ് ഇടുമ്പോൾ നമ്മൾ സൂക്ഷിച്ചിട്ട് കൊടുക്കണം കേട്ടോ, കാരണം മാഗി ക്യൂബിൽ ഉപ്പുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ അതിലേക്ക് കുരുമുളക് പൊടിയും ചിക്കൻ്റെ പീസും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ റൈസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അവസാനമായിട്ട് കുറച്ച് മല്ലിവെള്ളം കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മളെ സംഭവം ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ സ്പെഷ്യലായിട്ട് അവർ ചേർക്കുന്നത് മാഗി ക്യൂബും ബട്ടർ കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ, സീ യു.